നമസ്കാരം. ഒപ്പോ റെനോ 4 പ്രോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെനോ സീരീസിൽ ഇറങ്ങിയ ഒപ്പോ റെനോ 4 പ്രോ ഫോണിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. M4ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫോണിൻ്റെ ബോക്സിനുള്ളിൽ ഫോൺ കൂടാതെ പ്രൊട്ടക്റ്റീവ് കേസ്, പേപ്പർ വർക്ക്സ്, സിം ഇജക്ടർ ടൂൾ, അഡാപ്റ്റർ, ഡേറ്റ കേബിൾ, ഹെഡ്ഫോൺ എന്നിവ കാണാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ മുന്നിലെ ബോർഡർലെസ് സ്ക്രീൻ തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സൈഡ് പഞ്ച് ഹോൾ ഡിസ്പ്ലേയുടെ മുകളിലായി ഇയർ പീസും സ്ഥിതി ചെയ്യുന്നു. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ്ഡ് പ്ലാസ്റ്റിക് ബോഡിയാണ് പിന്നിൽ. 4 ക്യാമറയും ഫ്ലാഷും ഒപ്പോ ബ്രാൻഡിങ്ങും പിന്നിൽ കാണാം. വലതുവശത്ത് പവർ ബട്ടണും ഇടതുവശത്ത് വോളിയം ബട്ടണും മുകൾ വശത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സിം സ്ലോട്ടും കാണാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിലുള്ളത്. താഴ്വശത്ത് സ്പീക്കർ ഗ്രിൽ, USB Type-C പോർട്ട്, മൈക്ക്, ഹെഡ്ഫോൺ പോർട്ട് എന്നിവയും കാണാം. സിംഗിൾ സ്പീക്കർ മാത്രമാണ് ഈ ഫോണിനുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 16 സെൻറ്റിമീറ്റർ നീളവും 7.32 സെൻറ്റിമീറ്റർ വീതിയും 0.7 സെൻറ്റിമീറ്റർ കനവുമാണ് ഈ ഫോണിനുള്ളത്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. കേവലം 161 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറോട് കൂടിയ 6.5 ഇഞ്ച് MOLED സ്ക്രീനാണ് ഈ ഫോണിനുള്ളത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി 402 ppi-യും ആസ്പെക്ട് റേഷ്യോ 20:9ഉം സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88.3%. 90 Hz റിഫ്രഷിംഗ് റേറ്റ് ഡിസ്പ്ലേയുടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 Hz ആണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ റിഫ്രഷിംഗ് റേറ്റ് ഇഷ്ടാനുസരണം 60 Hz, 90 Hz, ഓട്ടോ എന്നീ ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 500 നിറ്റ്സ് ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫൈഡ് ഫോണിൽ നെറ്റ്ഫ്ലിക്സിൽ HD സ്ട്രീമിങ്ങും ആമസോൺ പ്രൈമിൽ HDR സ്ട്രീമിങ്ങും സപ്പോർട്ട് ചെയ്യും. ലോ ബ്രൈറ്റ്നസ്സിൽ ഫ്ലിക്കറിംഗ് മൂലമുണ്ടാകുന്ന ഐ സ്ട്രെയിൻ ഒഴിവാക്കാൻ DC ഡിമ്മിംഗ് ഫീച്ചറുള്ള ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ TUV റെയിൻ സർട്ടിഫൈഡ് ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് മറ്റൊരു പ്രത്യേകത. ഇത് കസ്റ്റമൈസബിൾ ആണ്. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ 8 നാനോമീറ്റർ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 720G SoC ആണ് ഇതിലുള്ളത്. 2.3 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 2 കോർട്ടക്സ് A76 കോറും 1.8 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 6 കോർട്ടക്സ് A55 കോറും അടങ്ങുന്ന ഒക്ടാ കോർ ചിപ്സെറ്റാണിത്. ഗ്രാഫിക്സിനു വേണ്ടി അഡ്രീനോ 618 GPU ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു ഹെവി ഗെയിമിംഗ് ചിപ്സെറ്റ് അല്ല. എന്നിരുന്നാലും ലാഗില്ലാതെ ഗ്രാഫിക്സ് ഡിമാൻഡിംഗ് ഗെയിം കളിക്കാനാകും. ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടി എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചേഴ്സുള്ള ചിപ്സെറ്റാണിത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത GPS-നേക്കാൾ കൃത്യതയുള്ള നാവിഗേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റാണിത്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജുമാണ് ഇതിലുള്ളത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധിച്ചാൽ ColorOS 7.2 ബേസ്ഡ് Android 10 ആണ് ഇതിലുള്ളത്. ഈ അടുത്തിടെ ഇന്ത്യ ബാൻ ചെയ്ത ആപ്ലിക്കേഷൻസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് അല്ല എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ f2.4 അപ്പർച്ചർ 32 MP സോണി IMX616 സെൻസറാണ് മുന്നിൽ. പിന്നിൽ f1.7 അപ്പർച്ചർ 48 MP സോണി IMX586 സെൻസറും 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള f2.2 അപ്പർച്ചർ 8 MP വൈഡ് ആംഗിൾ ലെൻസും f2.4 അപ്പർച്ചർ 2 MP മൈക്രോ ലെൻസും കൂടാതെ f2.4 അപ്പർച്ചർ 2 MP മോണോ സെൻസറുമാണുള്ളത്. 48 MP മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഇമേജസ് പിക്സൽ ബിന്നിംഗ് ടെക്നോളജിയിലൂടെ 12 MP ഫോട്ടോ ഔട്ട്പുട്ട് സമ്മാനിക്കുന്നു. 30 FPS-ൽ 4K വീഡിയോ റെക്കോർഡിങ്ങും 60 FPS-ലും 30 FPS-ലും 1080p വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യും. വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചും വീഡിയോ റെക്കോർഡിംഗ് ഈ ഫോണിൽ സാധ്യമാകും. എല്ലാ ഫോർമാറ്റിലും EIS സപ്പോർട്ട് ഉള്ളതാണ് എടുത്തു പറയേണ്ടുന്ന മേന്മ. 960 FPS-ൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങും ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് AI കളർ പോർട്രേറ്റ് വീഡിയോ റെക്കോർഡിങ്ങുമാണ് മറ്റു പ്രത്യേകതകൾ. നൈറ്റ് മോഡ് ഓപ്ഷനിൽ ട്രൈപോഡ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഷെയ്ക്കില്ലാതെ സ്റ്റഡിയായി ഫോൺ ഫിക്സ് ചെയ്ത് മികവുറ്റ നൈറ്റ് ഫോട്ടോസ് എടുക്കുവാൻ സഹായിക്കും. ക്യാമറ ടു API ലെവൽ 3 സപ്പോർട്ടുള്ളതിനാൽ Gcam സപ്പോർട്ട് ചെയ്യും. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 4000 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഫോണിനൊപ്പം ലഭിക്കുന്നത് 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. 0 മുതൽ 100% വരെ ചാർജ് ആകാൻ കേവലം 36 മിനിറ്റ് മാത്രം മതി. ഈ ഫോണിൻ്റെ സേഫ് ഫാസ്റ്റ് ചാർജിംഗ് സിസ്റ്റം TUV റെയിൻ സർട്ടിഫൈഡ് ആണ്.
സിൽക്കി വൈറ്റ്, സ്റ്റാറി നൈറ്റ് എന്നിങ്ങനെ 2 കളർ വേരിയൻറ്റിൽ ലഭ്യമാകുന്ന ഈ ഫോൺ 8GB RAM 128GB സ്റ്റോറേജിന് ഏകദേശം 35,000 രൂപയാണ് വില. വ്യക്തിപരമായ അഭിപ്രായത്തിൽ വിലയുടെ അടിസ്ഥാനത്തിൽ കേവലം 36 മിനിറ്റ് കൊണ്ട് 0 മുതൽ 100% വരെ ചാർജാകുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം മാത്രമാണ് എടുത്തു പറയേണ്ടുന്ന മേന്മ. പോരായ്മകൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഫോണിനുള്ളത്. കേവലം 14,000 രൂപ വിലയുള്ള പോക്കോ M2 Pro ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ചിപ്സെറ്റ് തന്നെയാണ് അതിനേക്കാൾ ഇരട്ടിയിലധികം വിലയുള്ള ഈ ഫോണിലുമുള്ളത്. ഒപ്പോ റെനോ 4 Pro ഫോണിൻ്റെ അതേ വിലയിൽ സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റുള്ള IQ3 അവൈലബിൾ ആണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്രയും വില ഈ ഫോണിന് മുടക്കുന്നത് ഒരു മോശം തീരുമാനമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.